ആദ്യം ഉടുപ്പ് അവിടെ നിൽക്കട്ടെ, പുകയമ്പില്ല പൂ കാണിക്കാം. ഇതല്ലേ നിങ്ങൾ പറഞ്ഞ റൗണ്ട് കോളർ ലൈൻ ചുരിദാറൊക്കെ തയ്ച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ആദ്യം നമ്മളിതിൻ്റെ ബാക്ക് പാർട്ടാണ് ഞാൻ കാണിക്കുന്നത്. ബാക്ക് പാർട്ടിൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് നമ്മൾ പിന്നൊക്കെ കുത്തി റെഡിയാക്കി വെച്ചേക്കാം. എങ്ങനെയാണ് നമുക്ക് ടക്കിടുന്നെന്ന് ആരെങ്കിലും പുതിയവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടിയാണ്. അവൻ്റെ ആ കഷക്കുഴിയുടെ ഏതാണ്ട് ആ ഭാഗത്തു നിന്നാണ് നമ്മൾ സെൻറ്ററിൽ നിന്നും 4 ഇഞ്ച് അകലം. അത് ഓരോരുത്തരുടെ വിഡ്ത്ത് അനുസരിച്ച് എടുക്കാം. ഈ അളവിനൊക്കെ എല്ലാം 4 അല്ലെ മാക്സിമം 4.5 മതിയേ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് കാണാമല്ലോ. 4 ഇഞ്ച് അകലത്തിൽ നമ്മൾ അവിടെ 2 പോയിൻ്റ് കൊടുത്തു. ഇനി അവിടെ നിന്ന് താഴേക്ക് നമുക്ക് എത്ര വേണം എന്നുള്ളത് നമ്മുടെ സ്ലിറ്റിൻ്റെ മുകളിൽ നിൽക്കണം. ഇതിൻ്റെ എൻഡ് അത് 10 10.5 ആകാം. അവിടെ 10ലാണ് ഞാൻ അടയാളപ്പെടുത്തിയേക്കുന്നത്. അങ്ങനെ നമുക്ക് 2 ടക്ക് വരച്ച് അടയാളപ്പെടുത്താവേ. ഞാൻ അങ്ങനെ തയ്ച്ചുകൊണ്ട് വന്നേക്കുക. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്തോട്ട് ഞാൻ വരുന്നത്. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. എല്ലാം ഓരോന്നോരോന്നായിട്ട് കാണിക്കാവേ. ഇത് നമ്മുടെ ബാക്ക് പാർട്ട് നിങ്ങളെ ഞാൻ അടയാളപ്പെടുത്തി കാണിച്ചിരുന്നു. ഞാനത് ടക്കിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ബാക്ക് പാർട്ടാണേ ഇത്. ഇനി നമ്മൾ അടുത്തത് ഫ്രണ്ട് പാർട്ട് 2ആയിട്ട് കട്ട് ചെയ്തിരുന്നല്ലോ. കട്ട് ചെയ്തിട്ട് ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഈ ലൈനിങ് തുണിയുടെ പീസാണ് പിടിപ്പിച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കോളർ തയ്ച്ചാലും ഇങ്ങനെ ഇവിടെ കാണുകയല്ലേ, അതുകൊണ്ട് ഇവിടെ മാത്രം ഞാൻ ഇങ്ങനെ കുറച്ച് ഏച്ച് പിടിപ്പിച്ചിട്ട് ബാക്കി ഇത് ഫുള്ള് ഇങ്ങനെ കൺസീൽ ചെയ്ത് തയ്ച്ചു. അതായത് ഇവിടെ അടിപ്പ് വരത്തില്ലാത്ത പോലെ തയ്ച്ചു വെച്ചു. ഇനി നമ്മുടെ അടുത്ത പാർട്ടെന്ന് പറയുന്നത് ഇതല്ലേ, ഈ ഭാഗമല്ലേ. ഇവിടവും കണ്ടോ, ഇവിടെ നമ്മൾ തയ്ക്കുമ്പം ഒരു ഇഞ്ചിൽ എക്സ്ട്രാ അല്ലേ മുന്നോട്ട് വരത്തക്ക രീതിയിൽ അതും ഇവിടെ കാണുന്നതുകൊണ്ട് ഇവിടെ മാത്രം വെച്ച് പിടിപ്പിച്ചു. ബാക്കിയെല്ലാം ഇത് നമ്മൾ അടിച്ചങ്ങ് പോകുന്ന, അകത്തോട്ട് പോകുന്ന കാണത്തില്ല. പക്ഷേ അടിയിൽ വരുമ്പോൾ നമ്മൾ ഓപ്പണിങ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം. അതുകൊണ്ട് ഇത്രയും ഭാഗത്ത് ഞാൻ ആ മിച്ചം ഉണ്ടായിരുന്ന തുണിയെല്ലാം ഏച്ചു പിടിപ്പിച്ച് കൊടുത്തു. എന്നാ ചെയ്യാനാ, പാവങ്ങളാണ്, തുണിയില്ലാത്തതാണേ, ക്ഷമിക്കണേ, സഹായിക്കണേ. അപ്പോൾ ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടത് നമുക്ക് നോക്കാവേ. ഇപ്പം നമ്മൾ തയ്ച്ചു വെച്ചിരിക്കുന്ന ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം നമ്മളിങ്ങനെ എടുത്തിട്ടു. ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം കണ്ടല്ലോ. ഇനി നമുക്ക് അതിലോട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം വെക്കാം. കണ്ടല്ലോ, ഇത് നല്ല വശം നമ്മളിങ്ങനെ വെച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ പീസിൻ്റെ നല്ല വശം ഫേസ് ടു ഫേസ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മളിനി ഇത് തയ്ക്കാൻ പോവാം. തയ്ക്കുമ്പം നമുക്ക് ഇവിടുന്ന് തന്നെ ചേർത്ത് തയ്ക്കാം. കാരണം നമ്മൾ ഷോൾഡർ കറക്റ്റായി എടുത്തേക്കണം. നമുക്കതങ്ങനെ വെട്ടിക്കളയാനില്ല. കണ്ടോ, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ നോച്ച് കൊടുത്തേക്കുന്ന കറക്റ്റ് ഭാഗത്ത് തന്നെ ഇത് വന്ന് നിൽപ്പുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഷോൾഡർ ചേർക്കാൻ പോവാണേ. ഇവിടെ ഷോൾഡർ ഒളിപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ഇത് നിങ്ങൾക്കറിയാമല്ലോ. രണ്ട് പ്രാവശ്യം അടിക്കാവേ, ഒന്നുകൂടെ അടിക്കാം. തുണിക്ക് ഏലൈനല്ലേ, വിത്ത് ലൈനിങ് കൂടെ ആയതുകൊണ്ട് ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ അവൻ അങ്ങ് താഴോട്ട് ചാടി പോവാ. ഒന്നുകൂടെ ഇവിടെ ഒന്നുകൂടെ ഒരു അടിപ്പൂടെ അടിക്കട്ടെ. ഇനി നമുക്ക് ഇവിടെ എൻ്റെ ദൈവമേ താഴെ പോയി. ഞാനിവിടെ നെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ കറക്റ്റ് 1/2 ഇഞ്ച് വെട്ടിക്കളയാണേ. കണ്ടോ,
അത് 1/2 ഇഞ്ചോ 3/4 ഇഞ്ച് വരെ നമുക്ക് വേണമെങ്കിൽ വെട്ടാം. ഞാൻ ഇത്രേ വെട്ടുന്നുള്ളൂ. കാണാമോ നിങ്ങൾക്ക്? ഇത്രയും കട്ട് ചെയ്ത് കളയുവാണേ. ഓക്കെ, അടുത്ത പണി നമ്മളിത് കണ്ടോ, നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ ഇത് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞു, കണ്ടില്ലേ? ഇനി നമുക്കിതിനെ ഇതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. അത് അത്യാവശ്യമാണ്. അതായത് ഈ 2 ഷോൾഡർ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് കറക്റ്റ് ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്താം. നമുക്ക് ഇവിടെ ഒരു നോച്ചിട്ട് കൊടുത്തേക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട ഇത് രണ്ടും നമ്മൾ ഒന്നിച്ച് വെക്കുന്നു. കണ്ടോ? എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മെഷർമെൻ്റ് എത്ര ഉണ്ടെന്ന് എടുക്കാൻ പോവാണേ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് രണ്ടിൻ്റെ എൻഡ് 2 സൈസിലല്ലേ നിൽക്കുന്നത്. കാരണം ഒരു ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഒരു പീസിൽ പിടിപ്പിച്ചില്ലേ, അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇതിനെ ഈക്വലായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിതിനെ ഈക്വലായിട്ട് കിട്ടത്തക്ക രീതിയിൽ ഒന്നുകൂടെ മടക്കിയിട്ട് നിങ്ങളെ കാണിക്കുക. പക്ഷേ അന്നേരത്തേക്കിന് ഞാൻ ഇതെല്ലാം വെട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ പിന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. കണ്ടോ, കറക്റ്റ് പോയിൻ്റ് വന്ന് നിൽക്കുന്നത് കണ്ടോ? ആ മെഷർമെൻറ്റ് കറക്റ്റ് പോയിൻ്റിൽ അടയാളപ്പെടുത്തി ഞാൻ വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇത് വീഡിയോയിൽ വന്നില്ലെന്ന് അറിഞ്ഞതിന് കാരണം പലതുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, ദുബായ് ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് ഇതൊന്ന് തയ്ക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി പാടുപെട്ടു. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 20 പ്രാവശ്യമെങ്കിലും മിനിമം തയ്ക്കാൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റെന്നുള്ളത്. ആൾക്കാർ വന്നപ്പോൾ തിരക്ക്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കൊണ്ട്. അതുകൊണ്ടാണ് എനിക്കിത് അതിൻ്റെ വീഡിയോ കിട്ടാൻ. നിങ്ങൾ വിഷമിക്കേണ്ട, ഞാനിതിൻ്റെ ഇങ്ങനെ കോളർ തയ്ക്കുന്ന കൃത്യമായ വീഡിയോകൾ ഞാൻ സാലി റോസ് ചാനലിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കോളർ ചുരിദാറെന്നും പറഞ്ഞിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ മറക്കാതെ കാണണം, തുടക്കക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ. ഇപ്പം നിങ്ങൾക്കറിയാലോ, ആകെ 2 മീറ്റർ തുണിയേ ഉള്ളായിരുന്നു ഹക്കോബാടെ. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ എനിക്ക് കോളർ വെക്കാൻ തുണി. അപ്പോൾ ഞാൻ ഇങ്ങനൊരു പീസ് ആ ക്രോസ് പോലെ നിൽക്കുന്ന ഭാഗം ഇങ്ങനെ കൂട്ടി അറ്റാച്ച് ചെയ്തിട്ട് ഈ അളവിലെടുക്കാവോ എന്ന് ഞാൻ നോക്കുക. അപ്പോൾ അങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ. കണ്ടോ? പക്ഷേ ഒരു കാര്യമുണ്ട്, കൂട്ടി യോജിപ്പിച്ചെന്ന് പറഞ്ഞാൽ എൻഡ് രണ്ടും കൃത്യമായിട്ടും തുണി നമുക്കൊരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് എക്സ്ട്രാ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ മറക്കരുത്. അത്രയും വെച്ച് വേണം നമുക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഈ തുണി കൂട്ടി തയ്ക്കണം. അതിന് ശേഷം ഇങ്ങനെ ഈ അളവിൽ തുണിയെടുത്ത് അടിച്ച് തേച്ച് അറിയാമല്ലോ, വെട്ടിക്കൊണ്ട് വരാവേ. എനിക്ക് വീഡിയോ എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പം പിടിക്കാനുള്ള സൗകര്യം ഇന്നില്ല. തിരക്കാണ് മെയിൻ കാര്യം. അതിനിടയ്ക്ക് 100 വിളി വരുമ്പം എഴുന്നേറ്റ് പോകണം. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടോ, എന്നതാ എല്ലാം ചെയ്തു നിങ്ങളെ കാണിക്കാണ്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ എന്തിനാണ് ഈ ലൈനിങ് തുണിയിൽ ആദ്യം അറ്റാച്ച് ചെയ്തതെന്ന് അറിയാവോ? ഹക്കോബായിൽ നമ്മൾ നേരിട്ട് ഈ കോളർ അറ്റാച്ച് ചെയ്താൽ എന്നാ പറ്റും? ഹക്കോബായുടെ ഹോളിനകത്തൂടെ ഈ വെളുത്ത കളർ ഇങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു ലൈനിങ് തുണിയിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഒരു പീസിലോട്ട് പിടിപ്പിച്ചേക്കുന്നത്. എന്നിട്ടാണ് അതേ അളവിൽ മറ്റൊരു പീസും കൂടെ അടിച്ചേക്കുന്നത്. ഇതൊക്കെ 1 by 1 ആയിട്ട് കാണിക്കേണ്ടതിനെ ഒന്നിച്ച് ഞാൻ എടുത്തതാണേ. സമയക്കുറവുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തെടുത്തേക്കുന്നത്. എന്നിട്ട് കണ്ടോ, ഇത് രണ്ടും നമുക്ക് കൃത്യമായിട്ട് രണ്ടും ഒരുപോലെ വച്ച് ഇത് രണ്ടിനെ നമുക്കൊന്ന് ആദ്യം അടിച്ചെടുക്കാം. എന്നിട്ട് ആ 3ാമത്തെ പീസ് കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആദ്യത്തെ ലെയറും 2ാമത്തെ ലെയറും 3ാമത്തെ ലെയറും ഒന്നിച്ച് വെച്ചിട്ട് ഈ വളഞ്ഞ ഭാഗം മുതൽ നമുക്ക് ഒന്നേന്ന് തയ്ച്ചെടുക്കണം. ആ വളഞ്ഞ് തുടങ്ങുന്നത് എവിടെയാണോ അവിടുന്ന് ആരംഭിച്ച് ഇങ്ങനെ ആ കേർവ് ഭാഗമൊക്കെ വൃത്തിയായിട്ട് സ്ലോയിൽ തയ്ച്ചാൽ മതി, ഒരു തിരക്കും വേണ്ട. അവിടെ നിന്ന് ഇങ്ങനെ മൊത്തം നമുക്ക് അടിച്ച് കൊണ്ടുവരാം. എവിടെയാണ് അടിപ്പ് വരുന്നതെന്നൊക്കെ ശ്രദ്ധിച്ചോണം നിങ്ങളെ. ഇത് പിടിക്കുന്ന ഒരിക്കലും ഇങ്ങനെ രണ്ടും വേറെ വേറെ വെട്ടിയിട്ടല്ല തയ്ക്കേണ്ടത്. ഒന്ന് ആദ്യം അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ഞാനിത് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ അങ്ങ് ചെയ്തെന്നേ ഉള്ളേ. എന്നിട്ട് നമുക്കിങ്ങനെ ആ വളഞ്ഞിരിക്കുന്നതിൻ്റെ ഉൾവശമാണ് നമ്മളിങ്ങനെ തയ്ച്ച് വരുന്നത്. സാവകാശം നമുക്കത് വൃത്തിയായിട്ട് തയ്ച്ച് ഇങ്ങേയറ്റത്തെ വളവിൻ്റെ അതിലൂടെ ആ കേർവിൻ്റെ അതിലൂടെ കൊണ്ടുവന്ന എൻഡിൻ്റെ ഇവിടം വരെ നമുക്ക് തയ്ക്കണം. ഇവിടം ഒക്കെ വൃത്തിയായിട്ട് തയ്ച്ചാലേ നമുക്ക് ഷേപ്പിന് കിട്ടത്തുള്ളേ. ഇവിടെ കൊണ്ട് നമുക്ക് നിർത്തി. ഇനി നമുക്ക് എന്നാ ചെയ്യും നിങ്ങൾ നോക്കിയേ. ഇത് കണ്ടോ, ഈ ആദ്യം പിടിപ്പിച്ചേക്കുന്ന ആ നമ്മുടെ ലൈനിങ് തുണിയുടെ ഇതും ഹക്കോബായുടെ എൻഡും കൂടെ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് ഇച്ചിരി കാണിയുടെ വലിപ്പം കൂട്ടി അടിച്ചെടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ അഴിച്ച് കളയാം, കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അകത്ത് വരുന്ന ഭാഗമായി ഇങ്ങനെ ഇത് വരുന്നത്. എന്നിട്ട് നല്ല കൃത്യമായിട്ട് ചേർത്ത്
ഇതിലോട്ട് ആ പാറ്റേണിലോട്ട്, അതായത് ക്യാൻവാസിലോട്ട് കറക്റ്റ് മുട്ടി നിൽക്കത്തക്ക രീതിയിൽ നമുക്കിത് വളച്ച് തയ്ച്ചു കൊടുക്കാം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ക്യാൻവാസിൻ്റെ പുറത്തോട്ട് വരുന്ന ലൈനിങ് തുണിയും ഹക്കോബ തുണിക്ക് ഒരുവിധം കട്ടിയുണ്ടല്ലോ, കോട്ടൺ അല്ലേ, അപ്പം നല്ല കട്ടിയുണ്ട്, തിക്കായിട്ടായിരിക്കുന്നത്. ഇത് ഇത്രയും തിക്നെസ് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ എൻഡ് വരെ നമ്മൾ തയ്ച്ച് നിർത്തി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ അകത്തെ ആദ്യം നമ്മൾ തയ്ച്ചേക്കുന്ന ആദ്യം തയ്ച്ചു പോയ റൗണ്ട് ഭാഗമില്ലേ, കയറവ് ഭാഗം, അത് മുഴുവൻ ചെറിയ തോതിൽ ഇങ്ങനെ നമുക്ക് കട്ടിട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇങ്ങേറ്റം വരെയും കൊടുക്കണം. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഇതിനു മുമ്പ് കോളർ തയ്ക്കാം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഇഷ്ടം പോലെ വീഡിയോസുണ്ട്. അതൊക്കെ കണ്ട് ഇഷ്ടം പോലെ പേര് തയ്ക്കുന്നുമുണ്ട്. അതുകൂടെ ഒന്ന് നോക്കണേ. സാലി റോസ് ചാനൽ എന്നുള്ളത് എടുത്തിട്ട് ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് തിരിച്ചിടാം. കണ്ടോ, പറ്റുമെങ്കിൽ ഒന്ന് അയൺ വെച്ച് നന്നായിട്ടൊന്ന് തേച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. എനിക്കത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഞാൻ ഇങ്ങനെ തന്നെ വെച്ച് തയ്ക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കൃത്യമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, അയൺ ചെയ്യുന്നതാണ് നല്ലത്. ഇല്ല എങ്കിൽ ഇതുപോലെ അങ്ങ് ചെയ്ത് വെച്ചാലും മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇത് ഫുള്ള് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഈ മറുവശം നോക്കി എക്സ്ട്രാ നിൽക്കുന്ന തുണിയില്ലേ, ഇത് മാക്സിമം ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് തയ്യൽ തുമ്പിൻ്റെ അത്രയും മാത്രം എടുത്തിട്ട് ബാക്കി അങ്ങ് കട്ട് ചെയ്ത് കളയണം. കൃത്യമായിട്ട് കട്ട് ചെയ്ത് കളയണം. കാരണം ഓരോരുത്തരുടെയും തയ്യൽ തുമ്പ് ഓരോ അളവിലാണ്. നമുക്കറിയാമല്ലോ ഓരോരുത്തർക്ക് എത്ര വെച്ചാൽ എടുക്കുന്നുള്ളൂ. അതനുസരിച്ച് വെച്ചിട്ട് ബാക്കി മൊത്തം കണ്ടിച്ച് കളയണം. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ എത്ര വേണോ ഈ കറക്റ്റ് കോളറിൻ്റെ ഈ ഭാഗം വന്ന് മുട്ട് നിൽക്കുന്ന അത്രയും ഭാഗത്തൂടെ ഒരു പെൻ വെച്ചോ ചോക്ക് വെച്ചോ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് തയ്ക്കുമ്പം ആ കറക്റ്റ് അളവിൽ കൂടെ തയ്ക്കാൻ പറ്റും. അത് പ്രത്യേകിച്ചും ആദ്യം തയ്ക്കുന്നവരെല്ലാം അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്തിട്ടേ തയ്ച്ച് തുടങ്ങാവൂ. അപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു അളവ് വെച്ച് ഞാൻ ബാക്കി എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരെൻഡ് എടുത്തിട്ട് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. നമ്മൾ സാധാരണ കോളർ തയ്ക്കുമ്പോൾ ഞാൻ എന്നും പറഞ്ഞു തരും, കോളറിൻ്റെ നടുക്കത്തെ ഭാഗം, അതായത് മിഡ് പോയിൻറ്റും ഈ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ കറക്റ്റ് മിഡ് പോയിൻറ്റും അടയാളപ്പെടുത്തി അവിടെ നിന്ന് തുടങ്ങാനാണ് ഞാൻ എന്നും പറയുന്നത്. ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ പറയാത്ത എന്നാന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ മിഡ് പോയിൻറ്റ് കാണുമ്പം ഒരു ഭാഗത്ത് 1 ഇഞ്ച് കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കുമ്പോൾ തെറ്റ് പറ്റും. അതുകൊണ്ട് ഞാൻ ഒരു എൻഡിൽ നിന്ന് തുടങ്ങുക. വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കി ആദ്യം പിടിച്ച് നോക്കിയിട്ട് ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ വളരെ കറക്റ്റായിട്ട് അളന്നെടുത്തേക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഇത് കൃത്യമായിട്ട് വരുമെന്നറിയാം. അതുകൊണ്ട് ഞാനങ്ങ് തയ്ക്കുകയാണ്. തുടക്കക്കാർ പക്ഷേ ഇങ്ങനെ തയ്ക്കുമ്പോൾ ചിലപ്പോൾ അങ്ങേയറ്റത്ത് വരുമ്പോൾ നീളം കൂടുതലോ കുറവോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നടുക്ക് രണ്ടിൻ്റെയും കൈകൊണ്ട് ഇങ്ങനെ അളന്നളന്ന് പിടിച്ച് നടുക്ക് ഭാഗത്ത് ചെല്ലുമ്പോൾ വേണേൽ ഒന്ന് പിൻ കുത്തി വെക്കുകയോ ഇച്ചിരി തയ്ച്ച് വെക്കുകയോ ചെയ്തിട്ട് ഇങ്ങനെ തുടങ്ങാം. എങ്ങനെ ചെയ്തേക്കുന്നത് കണ്ടല്ലോ. നല്ല ഭാഗത്തു നിന്നാണ് തുടങ്ങിയേക്കുന്നത്. 2 സൈസിലും നമുക്ക് തയ്ക്കാം. മറുവശത്തെ മോശം ഭാഗത്തുനിന്ന് തയ്ച്ച് തുടങ്ങാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ നല്ല ഭാഗത്തുനിന്ന് വേണമെങ്കിലും തയ്ച്ച് തുടങ്ങാം. കണ്ടോ, ഇനി അടുത്ത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. നോക്കിക്കേ, നമുക്കിവിടെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. ആ ഒരെൻഡ് തയ്ച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഇനി ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി തയ്ക്കുക. ഇവിടെ എന്തെങ്കിലും തയ്യൽ തുമ്പോ അറ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം അകത്തോട്ട് വെച്ചിട്ട്, ഇപ്പം നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ, അകത്തോട്ട് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് കെട്ടിട്ട് തയ്ച്ചങ്ങ് തുടങ്ങാം. ഇത് തയ്ക്കാൻ നമുക്ക് എളുപ്പത്തിൽ തയ്ക്കാം. ഇത് തയ്ക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, കണ്ടമാനം ഇങ്ങോട്ട് വലിച്ചു പിടിച്ച് വെക്കരുത്. ആ എത്രയാണോ കറക്റ്റ് കോളർ മടങ്ങി നിൽക്കുന്നത് ആ കറക്റ്റ് പാടി കൂടെ തന്നെ നമുക്കിങ്ങനെ നമ്മുടെ ചൂണ്ടുവിരൽ കൊണ്ട് ഇങ്ങനെ കറക്റ്റ് പിടിച്ചു കൊടുത്ത് തൂത്തങ്ങ് തയ്ച്ചങ്ങ് വിടാം. കണ്ടോ, ഇത് നിങ്ങൾക്ക് മനസ്സിലാകും. ഏറ്റവും തുടക്കക്കാർക്ക് എനിക്കറിയത്തില്ല, ഒരുവിധമൊക്കെ സ്വല്പമൊക്കെ തയ്ക്കാനൊരു ഐഡിയ ഉള്ളവർക്ക് ഇത് കണ്ട് മനസ്സിലാക്കി തയ്ക്കാം. കണ്ടോ, നമ്മുടെ കോളർ നല്ല ഫിനിഷായിട്ടാണ് വരുന്നത്. അങ്ങനെ നമുക്ക് തയ്ച്ച് പോകാം. കണ്ടോ, ഈ എൻഡിൽ വരുമ്പോഴുണ്ടല്ലോ അങ്ങ് തിരക്ക് വെക്കരുതേ. ആ എൻഡിനകത്ത് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന എന്തെങ്കിലും നൂലോ കട്ടി ഭാഗമൊക്കെ ഉണ്ട്, അതിനെല്ലാം അകത്തോട്ട് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ടോ അല്ലെ എന്തെങ്കിലും കൊണ്ട് കയറ്റി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തയ്ച്ച് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോളർ വളരെ കറക്റ്റായിട്ടാണ് വന്നേക്കുന്നത്. ഒട്ടും കൂടുതലോ കുറവോ ഒന്നുമില്ല. ഇനി നമുക്ക് ഇവിടെയൊക്കെ നിൽക്കുന്ന എക്സ്ട്രാ നൂലോ എന്നതിലുണ്ട് അതെല്ലാം കട്ട് ചെയ്ത് കളയാം. കണ്ടോ,
കണ്ടോ നമ്മുടെ കോളർ വന്നേക്കുന്നത് നിങ്ങൾ നോക്കിക്കേ, നല്ലതായിട്ട് വന്നിട്ടുണ്ട്, 2 വശവും നല്ലതായിട്ട് വന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഞാൻ എന്നും നിങ്ങളോട് പറയാറുണ്ട്, നമ്മൾ നേരത്തെ തന്നെ ഫ്രണ്ട് ആം ഹോൾ വെട്ടിയതാണെങ്കിലും ഒന്നുകൂടി സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ വെച്ച് നോക്കണം. ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോളിനൊരു പ്രത്യേക ഒരളവുണ്ട്, അത്രയും കയറി നിന്നാലേ ചുളിവില്ലാതെ വരത്തുള്ളൂ. ഞാനിത് ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം നോക്കിക്കുക വേണമെങ്കിൽ. അപ്പോൾ ഞാൻ എപ്പോഴും ഫ്രണ്ട് ആം ഹോൾ ഒരു സ്വല്പം കൂടി ഇങ്ങനെ എടുത്ത് കളയും. നിങ്ങൾ ചുമ്മാ അങ്ങ് എടുത്ത് കളയണം എന്നല്ല പറയുന്നത്, ആ അളവൊക്കെ ഒന്ന് നോക്കിയിട്ട് അത് ഒന്ന് ശരിയാക്കി എടുക്കണം. കണ്ടോ, ഇപ്പം നോക്കിക്കേ, ഈ ഷേപ്പിൽ വരണം. ഈ ഭാഗം കൂടെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണേ. ഫ്രണ്ട് ആം ഹോൾ മാത്രമേ സ്വല്പം എടുത്ത് കളയത്തുള്ളേ, ബാക്കിയിൽ ഇനിയും കളയരുത്, അങ്ങനെ വരുമ്പോൾ ലൂസൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ഫ്രണ്ട് ആം ഹോൾ ഇങ്ങനെ കളഞ്ഞിട്ട് ഞാൻ ബാക്കി നിങ്ങളെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഒന്നും കാണിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ കേട്ടോ. മറ്റ് ഒന്നും പറയാനൊന്നുമില്ല. കണ്ടോ, എൻ്റെ കോളറൊക്കെ നല്ലതായിട്ട് നിൽക്കുന്നത് ശ്രദ്ധിച്ച് കാണുമല്ലോ. അപ്പോൾ ഇതിട്ട് കാണിക്കാം കൂട്ടുകാരെ. അപ്പം നിങ്ങളോട് ഞാൻ ചോദിച്ചിരുന്നു, ഈ ചുരിദാറിൻ്റെ മെറ്റീരിയൽ കാണിച്ചപ്പോൾ ഏത് നെക്ക് വേണം എന്ന് ചോദിച്ചു. കോളറാണെന്ന് പറഞ്ഞു, പലരും പലത് പറഞ്ഞു. ഒരു ഭാഗവും റൗണ്ട് കോളർ തന്നെ പറഞ്ഞു. ഞാൻ റൗണ്ട് വെച്ച് തയ്ച്ചൊക്കെ കഴിഞ്ഞ് ഡിഫറെൻറ്റ് വന്നേക്കാണ്. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, എലൈനാണ്, എലൈൻ ചുരിദാറാണ്. ഇതുണ്ട്, എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് ചേരുമോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇത് ബാക്ക് സൈഡിലൂടെ കാണിക്കാം. എൻ്റെ സെയിം കളറല്ലേ, എൻ്റെ ബൊഗെയിൻവില്ല പൂവും എൻ്റെ സെയിം കളറല്ലേ. ഇത് ഈ കോളർ തയ്ക്കുമ്പോൾ 2 സൈസിൽ തയ്ക്കാം. ഇത് നമ്മൾ ഓവർലാപ്പ് ചെയ്ത് മുകളിലോട്ട് കയറ്റി വെക്കുകയായിരുന്നെങ്കിൽ ഇത് സ്വല്പം കഴുത്തിങ്ങനെ സ്വല്പം ഇങ്ങനെ അകന്ന് നിന്നേനെ. അതായിരുന്നു നല്ലതെന്ന് എനിക്കൊരു സംശയം. അപ്പോൾ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.